ഹായ് നമസ്കാരം. ഞാൻ കാവ്യ ശ്രീനിവാസ്, ഒഫീഷ്യൽ മെയ്ഡ് ഇൻ കുന്നംകുളം. ഈ ഒഫീഷ്യൽ എവിടെ നിന്ന് വന്നെന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നുന്നുണ്ടാ? വേറൊന്നുമല്ല, ഇൻസ്റ്റയിലും FBയിലും സുക്കൂറണ്ണൻ എനിക്ക് തന്നില്ല, എൻ്റെ ആവശ്യമായതുകൊണ്ട് ഞാനെടുത്തു. ജീവിതത്തില് ഉയർന്ന ചിന്താഗതിയും 3G ലൈഫും നയിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കേൾക്കാം മോട്ടിവേഷൻ. പക്ഷെ ഇപ്പൊ വേണ്ട, ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു മോട്ടിവേഷൻ്റെ ആവശ്യം വരും. പിന്നെ നമ്മുടെ ലാലേട്ടൻ പോലും പറഞ്ഞേക്കണത് എന്താ? ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടുന്നു. ഞാനൊരു ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് തന്നെ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ചായകളെ കുറിച്ചാണ്. അപ്പ ചായക്കടക്കാരാ, നിങ്ങളുടെ ചായയില് മധുരമില്ല, വെള്ളത്തിന് ചൂടുമില്ല, ചായപ്പൊടി തീരെയില്ല, പഞ്ചസാര ലേശമില്ല, പൈസ ഞാൻ തരില്ല. ചായക്കടക്കാരാ, നിങ്ങളുടെ ചായയില് മധുരമില്ല. ആശ്വാസം. 1 മിനിറ്റ് കഴിഞ്ഞു. ചായകൾ പലതരമുണ്ട്. കട്ടൻ ചായ, പാൽ ചായ, ആ ചായ, ഈ ചായ എന്ന് വേണ്ട, മഴവില്ലിന് പോലും ഇപ്പൊ 7 കളറേ ഉള്ളൂ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഏകദേശം ഒരു 10-16 കളറ് ചായ ഇപ്പൊ തന്നെ ഉണ്ട്. പണ്ട് വയറിളക്കം, അതായത് ലൂസ് മോഷൻ, ഇത് വരുന്ന സമയത്ത് 1 ഗ്ലാസ് കട്ടൻ ചായ ഇങ്ങോട്ട് എടുത്ത് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒരു പിടി പിടിച്ചു കഴിഞ്ഞാൽ ഇടുക്കി ഡാമിന് ഷട്ടർ ഇട്ട പോലെ സംഗതി കല്ലയ്ക്കും. പിന്നെ നേരാവണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു 3 ചെറുപഴമെങ്കിലും വേണ്ടി വരും. അതിപ്പോ ലെമൺ ടീ. പിന്നെ വയറുവേദന വരുമ്പോ ഒരു ഇഞ്ചി പ്രയോഗമുണ്ട്, അതിപ്പോ ജിഞ്ചർ ടീ. അങ്ങനെ ചായയുടെ രൂപവും ഭാവവും എല്ലാം മാറി. എന്തിന് സഞ്ചിയിലൊക്കെ ചായ വരാൻ തുടങ്ങി. ടീ ബാഗ്. ഈ ടീ ബാഗ് കാണുമ്പോഴേ എൻ്റെ അമ്മൂമ്മയ്ക്ക് ഉടുക്കത്തെ പുച്ഛമാണ്. അമ്മൂമ്മ പറയണ എന്താണെന്നറിയോ? ഇപ്പത്തെ പെമ്പിള്ളേർക്ക് പണിയെടുക്കാനുള്ള മടി കൊണ്ടാത്രേ ടീ ബാഗ് ഇറക്കിയേക്കണത്. ഗ്ലാസ് മാത്രം കഴുകിയാൽ മതിയല്ല. താത്ത ആരാണീ പറയണേന്ന് കരുതി? പണ്ട് വീട്ടില് 2 വിരുന്നുകാർ വരുമ്പോ 4 ചൂട്ടും കത്തിച്ച് വെച്ച് 5 മിനിറ്റ് കൊണ്ട് ചായ തിളപ്പിക്കാനുള്ള മടിക്ക് വല്ല തൂക്കുപാത്രമോ പിരിമന്തയോ തന്നിട്ട് മോനെ 3 ചായ എന്നും പറഞ്ഞ് കണ്ണിക്കണ്ട ചായക്കട മുഴുവൻ എന്നെ ഓടിച്ചിട്ടുള്ള പെണ്ണും പിള്ളയാണ് ഇവര്. പിന്നെ നമ്മള് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ നൈറ്റ് ഡ്രൈവ്, ചായ, ആഹാ അന്തസ് ഫീലല്ലേ? ഇതിവർക്ക് ഇഷ്ടമല്ല. എന്നാലും ഇവരാ ചായ വെറുതെ കിട്ടാൻ വേണ്ടി മാത്രം ചായക്കടക്കാരെ സെറ്റാക്കിയവരും പെണ്ണുങ്ങളെ വിളയ്ക്കാൻ വേണ്ടി മാത്രം ചായക്കടയിട്ട ടീംസുമാണ്. ഇവർക്കിപ്പോ നമ്മൾ വല്ല 500 രൂപയുടെ പെട്രോൾ അടിച്ച് 7 രൂപയുടെ ചായ കുടിക്കാൻ വേണ്ടി ഇടുക്കിയിലോ വയനാട്ടിലോ പോണത് വലിയ വിഷയം. ചായയും പ്രണയവും തമ്മിൽ ബന്ധമുണ്ട്. അത് ഈ പ്രണയിക്കുന്നവർ മുഴുവൻ ചായ കുടിക്കുന്നതുകൊണ്ടല്ല. എന്താണെന്നറിയോ? അത് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു 10-15 വർഷം പുറകിലേക്ക് പോകണം. പണ്ട് തേയിലയും പച്ചവെള്ളവും തമ്മിൽ ഭയങ്കര പ്രണയത്തിലായിരുന്നിട്ടാ. പക്ഷെ തേയിലയുടെ വീട്ടുകാർ അപ്പാടെ അങ്ങ് എതിർത്ത് പഞ്ചസാര ഇട്ട് കല്യാണം ഉറപ്പിച്ചു. ഇതറിഞ്ഞ പച്ചവെള്ളം തീ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇതറിഞ്ഞ പാടെ തേയില വന്നു ഒരൊറ്റ ചാട്ടം വെള്ളത്തിലൂട്ടി. അങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മൊയ്തീൻ, നിന്റെ മൊയ്തീനിൽ പറ കാഞ്ചനമാല പറയണ പോലെ അപ്പൂട്ടെ സ്നേഹിക്കുന്നതിൽ 1000 വരട്ടി മൊയ്തീൻ എന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ട് പഞ്ചാര അങ്ങോട്ട് എടുത്ത് ചാടി. അങ്ങനെയാണ് ചായ ഉണ്ടായത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വലിയൊരു ട്വിസ്റ്റാണ് നടന്നത്. ഈ ചായ അരിച്ച സമയത്ത് തേയിലേനെ അങ്ങോട്ട് ഒറ്റക്കാക്കിയിട്ട് പഞ്ചസാരയും വെള്ളവും നൈസായിട്ട് സ്കൂട്ടായി തേപ്പ്. അതിനുശേഷം ആ സങ്കടത്തില് തേയില നടന്നങ്ങ് തേക്കാൻ തുടങ്ങി. അതിൽ നിന്നാണ് ഇത്രയും ചായ വന്നത്. രമേശ് ചേട്ടാ, ഏകദേശം എത്ര ചായ കുടിച്ചിട്ടുണ്ട്? 15-20 തരം കുടിച്ചിട്ടുണ്ടാവും. അത്രയും ടൈം എടുത്താ സെറ്റ് ആവാൻ? രജനി ചേർക്കലും ചായ കൊടുത്തിട്ടുണ്ടാ? ധാരാളം. നിങ്ങളാ? ചായക്കടയല്ലേ മക്കളെ? അതെനിക്കറിയാം. അങ്ങനെയല്ലേ സെറ്റ് ആയത്? അല്ല, എൻ്റെ ലൈഫിലൊരു ചായ ആയിട്ട് കഥയുണ്ട്. കാരണം ഈ ഭാരത സർക്കാർ, ഞാൻ വളരെ ഇതായിട്ട് പറയാണ്, ഓപ്പണായിട്ട് പിന്നെ പറയാണ്. അപ്പോൾ ഈ ഭാരത സർക്കാർ ഉണ്ടാവാൻ കാരണം ഒരു ചായയുടെ കഥ. കാരണം പയ്യന്നൂരിൽ നിന്ന് കാഞ്ഞങ്ങാടേക്ക് ഞാനും സുഹൃത്തുക്കളും ചായ കുടിക്കാൻ വർഷങ്ങൾക്ക് മുമ്പേ. അപ്പോൾ ഇതേപോലെ അപ്പോൾ അവിടെ ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസർ കൃഷ്ണേട്ടൻ അവിടെയുണ്ട്. അപ്പോൾ ഞാൻ സിനിമ നടന്ന് പരിചയപ്പെട്ടു. ആ സൗഹൃദം നമ്മൾ ഭയങ്കരമായിട്ട് പടർന്ന് പന്തലിച്ചു. അപ്പം ഇന്ന് അദ്ദേഹമാണ് ഈ പടത്തിൻ്റെ ഒരു പ്രൊഡ്യൂസർ. അപ്പോൾ ചായ ഉണ്ടായ ഒരു സിനിമയാണിത്. അപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഇൻസിഡൻസ് ഓർത്തതാണ്. എൻ്റെ ലൈഫിൽ ഞാനാകെ ഒരൊറ്റൊരു തന്നെ ചായ കൊടുത്തുള്ളൂ. ഇവൻ എന്നെ പെണ്ണ് കാണാൻ വന്ന് എല്ലാ വീട്ടിലെയും പോലെ തന്നെ
നേരത്തെ സെറ്റാക്കി വെച്ച പാൽ ചായയും കൊണ്ട് ഞാൻ ചെന്നപ്പോ ഇവന്റെ ഒരു ഒടുക്കത്തെ ഡയലോഗ്, കട്ടൻ ചായയെ കുടിക്കൂ. അപ്പൊ ഇപ്പുറത്ത് നിന്നിട്ട് എന്റെ അമ്മ, എന്റെ മോള് നന്നായി കട്ടൻ ചായ ഇടുമെന്ന്. എവിടെ? 5 മിനിറ്റ് മുമ്പും കൂടി കട്ടൻ ചായക്ക് കടുക് വെറുക്കണോന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ ആവട്ടെ എന്ന് കരുതി എങ്ങനെയോ തട്ടിക്കൂട്ടി ഒരു ചായ ഇടിച്ച്. ഇവൻ അതുകൊണ്ട് തീർന്നില്ല, ആ ഒരു ഒറ്റിരിപ്പിന് അവൻ എന്നെ കൊണ്ട് 32 ചായ ഇടിച്ച്. കൈയടിക്ക്. ഇത് കഴിഞ്ഞിട്ട് ഇത് കണ്ട എന്റെ വീട്ടുകാരില്ലേ, അപ്പ തന്നെ പിടിച്ച് കെട്ടിച്ചിട്ടവൻ എന്നാ. എന്നിട്ട് ആദ്യ രാത്രി പോലും ഇവൻ എന്നെ കൊണ്ട് കട്ടൻ ചായ കുടിപ്പിച്ച്. അത് പിന്നെ കർമ്മമണ്ഡലത്തിലെ പുരോഗതിക്കും ഉത്തിഷ്ടകാര്യം ഫലപ്രാപ്തിയിലെത്താനും വീട്ടിലെ അംഗസംഖ്യ കൂട്ടുന്നതിനും ഉന്മേഷത്തിനും ഉണർവിനും കട്ടൻ ചായ ഉത്തമമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അംഗസംഖ്യ കൂടിക്കൂടി റേഷൻ കടക്കാരൻ പറഞ്ഞു പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കാൻ. പുള്ളി ചായ കൂടി നിർത്തില്ല എന്ന് എനിക്ക് ഉറപ്പായതുകൊണ്ട് ഞാൻ പരിപാടി അങ്ങോട്ട് നിർത്തി. പിന്നെ ഈ ചായ കുടിയുടെ കാര്യം പറയുമ്പോ എന്റെ മാമന്റെ കാര്യം പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. 44 കഴിഞ്ഞിട്ടും പെണ്ണ് കിട്ടാത്ത സങ്കടം എല്ലാ ഞായറാഴ്ചയും 3-4 ചായ കുടിച്ച് തീർക്കുന്ന ഒരു മനുഷ്യനാണ് എന്റെ മാമൻ. ചേട്ടാ, 1/4 കിലോ മിച്ചറില് എത്ര കപ്പലണ്ടി ഉണ്ടാവും പറയാൻ പറ്റുമോ? ഇല്ല. 300 ഗ്രാം ചിപ്സില് എത്ര പീസ് കായ ഉണ്ടാവും? പക്ഷെ എന്റെ മാമൻ പറയും ചായയുടെ ഒരു പവറേ പെണ്ണ് കിട്ടിയില്ലെങ്കിലും ബുദ്ധി വർദ്ധിച്ച്. പിന്നെ രമേശ് ചേട്ടനോട് എൻ്റെ മാമന് നല്ല കലിപ്പുണ്ട്. എന്താ കാര്യം എന്നറിയോ? രമേശ് ചേട്ടൻ വല്ല നാട്ടിൽ നിന്നും വന്ന് ഞങ്ങളുടെ അയ്യമ്പിള്ളിയിൽ നിന്ന് പെണ്ണ് കെട്ടി കൊണ്ടുപോയി. അയ്യമ്പിള്ളിക്കാരനായ എൻ്റെ മാമൻ ഇപ്പോഴും ചായ കുടിച്ചുകൊണ്ട് കിടക്കുകയാണ്. സത്യത്തിലേ എല്ലാവരെയും പോലെ തന്നെ ഈ 2-3 എപ്പിസോഡായില്ലേ, കണ്ടന്റിന് ഭയങ്കര ക്ഷാമം. അപ്പൊ ഈ കൺഫ്യൂഷൻ ആയിട്ടിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എന്തുകൊണ്ട് ഇത് തന്നെ ഒരു കണ്ടന്റ് ആക്കി കൂടാന്ന് ചിന്തിച്ചത്. എന്നാലും ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ എൻ്റെ ഒരു കൂടെ ഒരുത്തിയുണ്ട് കേട്ടാ, 10-200ഓളം ഫേക്ക് ഐഡികളുടെ ഓണർ അശ്വതി അച്ചു, എൻ്റെ സ്വന്തം അച്ചുമോള്. ഇവളോട് ഞാൻ ചോദിച്ചു, എടി ചേച്ചി ഇത്തവണ പറയാൻ പോണത് ചായനെ കുറിച്ചാണ്, നിനക്ക് എന്താണ് ചായ എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓർമ്മ തന്നെയെന്ന്. ചേച്ചി, ചായ എനിക്ക് ഇഷ്ടമല്ല, ചായയുടെ മണം എനിക്ക് തീരെ ഇഷ്ടമല്ല, ചായ തിളപ്പിച്ച പാത്രത്തിലോ ചായ ഒഴിച്ച പാത്രത്തിലോ വെള്ളം കുടിക്കാൻ പോലും എനിക്ക് ഇഷ്ടമല്ലെന്ന്. എന്തിന് 10-23 വർഷം പെറ്റു വളർത്തിയ സ്വന്തം തള്ളേനെ പോലും ഇവള് തള്ളിപ്പറഞ്ഞു. അമ്മ ചായ കടുപ്പത്തിലേ ഇടുള്ളൂന്ന് കടുപ്പിച്ച്. ശരിയാണ്, നമ്മുടെ കേരളത്തിലെ ഭൂരിഭാഗം കുടുംബങ്ങളിലെയും കലഹങ്ങളിലെ വില്ലൻ എന്ന് പറയുന്നത് ചായയാണ്. കടുപ്പം കൂടി കടുപ്പം കുറഞ്ഞ്, മധുരം കൂടി മധുരം കുറഞ്ഞ് എന്ന് വേണ്ട, ചായക്കില്ലാത്ത കുറ്റങ്ങളില്ല. പിന്നെ രമേശ് ചേട്ടാ, ഗുപ്തനെ ചായ ഊതി ഊതി കുടിക്കാനായിരുന്നു ഇഷ്ടം. ഓക്കെ, എൻ്റെ വീട്ടിലെ ഞാനും എൻ്റെ അമ്മയും ഒരു പാത്രത്തിലിട്ട ചായ 2 ഗ്ലാസ്സിലാക്കി കൊണ്ടു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ കൊടുത്തത് അവന് വാട്ടവെള്ളം, അവൻ്റെ അമ്മ ഇട്ടത്. പിന്നെ ഈ ചൂടിന്റെ കാര്യത്തിലും ചൂട് കുറഞ്ഞത് വേണം, ചൂട് കൂടിയത് വേണം. എൻ്റെ ഒരു ഇളയച്ചനുണ്ട് കേട്ടാ, ഈ പുള്ളിക്കാരന് തിളച്ച ചായ തന്നെ വേണം. നമുക്കൊന്നും പിടിക്കാൻ പറ്റില്ല. അടുപ്പത്തുനിന്ന് തടത്തുണിയും കൊണ്ട് പിടിച്ചു വരുമ്പോ ഇളയച്ചൻ ചായ കസേരയിൽ ഒരു ഇരിപ്പിരിക്കും, ഇളയമ കൊണ്ടൊന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഇതാണ് പതിവ്. പക്ഷെ കഴിഞ്ഞ ഓണത്തിന് പെൻഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇളയച്ചൻ നൈസായിട്ടൊന്ന് മിനിങ്ങി. പിറ്റേന്ന് രാവിലെ ഹാങ് ഓവറൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് കട്ടൻ ചായയും ചോദിച്ച് പതിവ് പോലെ കസേരയിൽ ഇങ്ങനെ ഇരുന്ന് ഇളയമ തടത്തുണിയും കൊണ്ട് ചായ കൊണ്ടൊന്ന് ഒഴിച്ച്. തലേന്ന് അടിച്ച ഗ്ലാസ് ആയിരുന്നത് മൂട് തള്ളിപ്പോയി, മാമന്റെ സകല മൂടും പോയി. ഇപ്പൊ ചായ കേൾക്കുമ്പോഴേ പുള്ളിക്കൊള്ള മൂടും പോവും. ചായക്ക് കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ചായക്ക് കുറെ ദോഷങ്ങളും ഉണ്ട്. ചായ ആരോഗ്യത്തിന് ഹാനികരമാണ്, ഈ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്ന പോലെ തന്നെ. ചായ കുടി നമുക്ക് ഉറക്കം നഷ്ടപ്പെടുത്തും, വിശപ്പില്ലാണ്ടാക്കും. അപ്പൊ നിങ്ങളൊക്കെ ചായ കുടി കുറയ്ക്കണം. എങ്കിൽ ഞാനൊരു കട്ടൻ അടിച്ചിട്ട് വരാം. പിന്നെ രമേശ് ചേട്ടാ, ഗുപ്തനെ ചായ ഊതി ഊതി കുടിക്കാനായിരുന്നു ഇഷ്ടം. Once upon a time, once